LED ഹെഡ്ലൈറ്റ് വിത്ത് പ്രൊജക്ടർ, പിന്നെ നമ്മുടെ പോലീസ് ലാമ്പ്. സ്പ്ലെൻഡറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇത് വെച്ച് മുറുക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അഡാപ്റ്ററാണ്. Hey guys, well, it's me Shiva. You are watching Tech and Vlog Malayali YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീ ഡൗൺ സീരീസിൻ്റെ LED ഹെഡ്ലൈറ്റ് വിത്ത് പ്രൊജക്ടർ, പിന്നെ നമ്മുടെ പോലീസ് ലാമ്പ്, ഈ സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്നല്ല, സ്പ്ലെൻഡറിലാണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചു നമ്മുടെ സ്പ്ലെൻഡർ ഡൂം സെറ്റ് അല്ലാതെ വേറെ വണ്ടികളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയൊരു സ്പ്ലെൻഡറിൻ്റെ ഡൂം സെറ്റിൻ്റെ ഫ്രെയിം ഒപ്പിച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിലോട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മുടെ CD ഡ്യൂറക്സിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഷോഗൻ്റെ അല്ലെങ്കിൽ മാക്സിൻ്റെ തന്നെ ഒരു ഹെഡ്ലൈറ്റ് ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇപ്പം ഷോഗൺ അങ്ങനത്തെ വണ്ടികൾ ചെയ്യണ പോലും നിങ്ങൾ ഡയറക്റ്റ് ഡൂമിനകത്ത് കയറ്റേണ്ട ആവശ്യമില്ല. അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാൻ. സംഭവം വെച്ചാൽ നമ്മൾ ഒരു എന്നാ പറയണ്ട, ഇപ്പം ഡൂം സെറ്റ് കയ്യിലില്ലാത്തവർ, ഡൂം സെറ്റ് മാച്ചിങ് ആയിട്ടുള്ള ഡൂം സെറ്റ് കയ്യിലില്ലാത്തൊരു സിമ്പിളി ഒരു ഐഡിയ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഒരു എന്നാ പറയണ്ട, നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒരു ഫ്രെയിം ഒരെണ്ണം ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ട് പോലെ ചെയ്യാം. ഞാൻ ആ സ്പ്ലെൻഡറിൻ്റെ ഫ്രെയിം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പ്ലെൻഡറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇത് വെച്ച് മുറുക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഈസിലി ഇതിനകത്തോട്ട് ഈ ഫ്രെയിമിലോട്ട് MCയിൽ വെച്ചിട്ട് ഈ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഹെഡ്ലൈറ്റ് ഉണ്ടോ, ഇത് പക്ക പ്രോപ്പർ ഫിറ്റാണ് ഇതിൻ്റെ അകത്ത്. ഈ ഫ്രെയിമിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുവാണെങ്കിൽ എന്നാ പറയണ്ടേ, പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ MCലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാം. സോ ഗൈസ്, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പം ഈ ഫ്രെയിമിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്കിത് ഏകദേശം ഇങ്ങനെയാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വണ്ടിയിൽ നേരെ ഇരിക്കുന്ന രീതിക്ക് ഇത് ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഈ ഫ്രെയിം ഇങ്ങനെ കറക്റ്റ് അളവ് നോക്കുന്നു, ഈ ഗ്യാപ്സിലെല്ലാം നമ്മൾ MCയിൽ വെച്ച് ഇവനെ ടൈറ്റായിട്ട് ഇതിൽ ഉറപ്പിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ MCയിൽ മേടിച്ചിട്ടുണ്ട്. MCയിൽ ഏകദേശം ഒരു എന്നാ പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 15 രൂപ വിലയുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, ഇച്ചിരി MCലിൻ്റെ ആവശ്യമുള്ളൂ. അത് സ്ട്രോങ് ആയിട്ടെന്നുള്ളൂ. ഈ കവർ ആരും പറിക്കരുത്, കാരണം നമ്മളിപ്പോൾ MCയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിപ്പോകും. സോ നമ്മൾ കവറൊക്കെ MCയിൽ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പറിച്ചാൽ മതി. അപ്പോൾ നമുക്കിപ്പം മാറ്റി വെച്ചിട്ട് ഇനി MCയിൽ കുഴച്ച് സെറ്റ് ചെയ്യുന്ന വഴി നോക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹെഡ് ഇതേ ആ ഫ്രെയിമിൽ വൃത്തിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ MCയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അതിൽ നമുക്ക് പണിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഈ ഹെഡ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്കെയിലോട്ട് ഇവനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പറയും നട്ടിട്ട് നമ്മുടെ ഫ്രെയിമിലോട്ടാണ് ഇവനെ സെറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യാനായിട്ട് വണ്ടിയിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു സാധനം വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അഡാപ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ അഡാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, നമുക്കിത് ഡയറക്റ്റ് സ്യൂട്ടാണ്. ഇങ്ങനെ നമുക്കപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ഏതെങ്കിലും ഒരു നമുക്ക് വേണ്ട ഹൈ ബീമിലോ ഇല്ല വണ്ടിയുടെ പാർക്കിലോ ഇത് കൊടുത്താൽ മതി, അതായിരിക്കും ബെസ്റ്റ്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ കത്താമെന്ന് വിചാരിക്കും, ചിലർ ഹൈ ബീം ഓരോരുത്തർ ഇഷ്ടമാണ്. ഇപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന താക്കോൽ ഓൺ ചെയ്യുമ്പോഴത്തേക്കും പാർക്ക് കത്തി കിടക്കും. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് ഇടുമ്പോഴത്തേക്കും പാർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹെഡ് കാര്യങ്ങൾ അപ്പുറത്തെ നട്ടിട്ട് മുറുക്കിയിട്ടുണ്ട്. ആൻഡ് ഈ 2 സ്റ്റേ വെച്ചേക്കുന്ന ഷോവറിൻ്റെ മാസ്ക് വെക്കാനാണ്. പക്ഷേ ഷോവറിൻ്റെ മാസ്കിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മതി. നമുക്കിനി ഇതിൻ്റെ കണക്ഷൻസിൻ്റെ കേസ് ഒന്ന് നോക്കാം. സോ കണക്ഷൻസ് ആയിട്ട് നമുക്ക് പക്ക സിമ്പിളാണ്. നമ്മൾ സാധാരണ ഹെഡ്ലൈറ്റ് കണക്ഷൻ കുത്തുന്ന പോലെ ബ്ലൂവിൽ ആൻഡ് നമ്മുടെ എന്നാ പറയണ്ടേ വൈറ്റ് ദെൻ ഗ്രീൻ. ഇതിപ്പോൾ ഗ്രീൻ സ്ക്രാപ്പ് ചെയ്തേക്കുന്ന വേറെ ആവശ്യത്തിന് ചെയ്തതാണ്. ഞാൻ ഇതുപോലെ കത്തിച്ച് കാണിച്ചു തരാം, പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫർദറായിട്ട് പറഞ്ഞുതരാം. സോ ഇപ്പം എന്ന് പറയുന്നത് ഇത് ബ്രൈറ്റാണ് കത്തി കിടക്കുന്നത്, പിന്നെ ഇത് ഡിമ്മ്. ദെൻ ഞാൻ പാർക്കിൻ്റെ സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. സോ എത്ര ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാമെന്ന് അറിയത്തില്ല. ഇതാണ് ഡിമ്മെന്ന് പറയുന്നത് ആൻഡ് ഇപ്പോൾ കത്തുന്നതാണ് ബ്രൈറ്റ് എന്ന് പറയുന്നത്. സംഭവം നല്ല വെളിച്ചമുണ്ട് ഈ ഹെഡ്ലൈറ്റിന്. ശരിക്കും ഞാൻ വിചാരിച്ച ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര വെളിച്ചമാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഇതൊന്ന് ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി നിർത്തി ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഡ്രിമ്മ് കേട്ടോ. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് നല്ല കവറേജ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഷോവിൻ്റെ മാസ്ക് വെച്ചേക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു വണ്ടിയുടെ തൊട്ട് താഴെയുള്ള ഏരിയ കിട്ടുന്നില്ല. ബാക്കി ഏരിയാസ് കവർ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ബ്രൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ബ്രൈറ്റിൽ ജസ്റ്റ് സെൻറ്ററിൽ ഒരു ചെറിയൊരു ഫോക്കസ് ലാമ്പ് കൂടെ വരുന്നുണ്ട്, അതേ വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ മിന്നുന്ന ബൾബിടാം. അയ്യോ, ഇതിനാണ് വെളിച്ച കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേക്കാൾ. ഇവിടെ